ഹലോ. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമായിട്ടോ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നൊരു മോർ ദാൻ 1 ഇയർ ആയിട്ടുണ്ടാകും ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ സമയത്ത് മേധ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൾ എണീറ്റാലും അവൾക്ക് രാവിലെ ഞാൻ വേണമെന്നില്ല. നേരെ അമ്മയുടെ അടുത്ത് പോകും. അമ്മ എന്താണോ ചെയ്യുന്നത് അതിന് കൂട്ടുകൂടാണ് അവളുടെ മെയിൻ പണി. അപ്പം ഞാൻ അമ്മേൻ്റെ അടുത്തുള്ള സമയത്ത് പല്ലൊക്കെ തേച്ചു, അതുപോലെ തന്നെ മുഖമൊക്കെ കഴുകി സെറ്റായി. പിന്നെ റൂമൊക്കെ ഒന്ന് വിരിക്കാൻ വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഇന്നലെയും ഇന്നുമായിട്ട് ഭയങ്കര തണുപ്പായിരുന്നു ഇവിടെയൊക്കെ. എന്താ പറയുക, ഭയങ്കര എന്ന് വെച്ചാൽ നല്ലൊരു തണുപ്പ്. രാവിലെ എണീക്കുമ്പോഴൊക്കെ ഒരു 10 മണി വരെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് ഇലയടയാണ്. ഇലയടയെന്ന് വെച്ചാൽ ചമ്മന്തി വെച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ ആ ഒരു ഇലയുടെ അടുത്ത് ഈ വെളിച്ചെണ്ണയുടെ ഒക്കെ കോലം കാണാൻ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം തണുപ്പുണ്ടെന്ന്. മേധയ്ക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒന്നിക്കേ മുറ്റത്തല്ലേ മേലെ പോകണം. ഇപ്പം അവൾ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത് മുറ്റത്ത് ഇറങ്ങിയിട്ട് കളിക്കാൻ സമ്മതിക്കാത്തത്. മേലെ പോയിട്ട് കളിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ചായ കുടിക്കാത്തതുകൊണ്ട് ഞാൻ മേലേക്ക് വിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനാണ് ആ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. ഞാൻ എനിക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ ഇരിപ്പിച്ചു കേട്ടോ. അവൾക്ക് ഇങ്ങനെ പ്ലേറ്റിൽ മുറിച്ചിട്ട് കൊടുത്താൽ മതി. എന്താ ചായയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അവൾ എടുത്ത് കഴിച്ചോളും. നമ്മൾ ഫോഴ്സ്ഫുള്ളി അവൾക്ക് കൊടുക്കണമെന്നില്ല. അവൾക്ക് വേണ്ടത് അവൾ കഴിക്കും കേട്ടോ. പിന്നെ പെട്ടെന്ന് ഞങ്ങളൊരു തീരുമാനം എടുത്ത് ഇന്ന് അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ. ഇന്ന് മാമൻ വന്നിട്ട് തിരിച്ച് ഗൾഫിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ വിചാരിച്ചു നമുക്ക് പെട്ടെന്ന് പോയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അമ്മയും മേധയും കൂടെ പോകാമെന്ന് വിചാരിച്ചോട്ടെ. എവിടെ പോകണമെങ്കിലും ആദ്യം ഞാൻ റെഡി ആയതിനു ശേഷം കേട്ടോ മേധനെ റെഡിയാക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള അടിയും മൽപ്പിടുത്തും അവളുടെ വാശി പിടിക്കലൊക്കെ ആയിട്ട് സമയം വെറുതെ പോകട്ടെ. അപ്പോൾ ഞാൻ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അവളെ റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് ഞാൻ റെഡിയായി. എന്നതിന് ശേഷം അവളെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഈ മുടി കെട്ടുമ്പം എപ്പോഴും എനിക്കുള്ളൊരു മിസ്റ്റേക്കാണ് കേട്ടോ, ബണ്ണ് തപ്പിപ്പോവുക. ഇപ്പം ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്ന അതാണ്. എവിടെയാണെന്നുള്ളതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ തപ്പി നടക്കുകയാണ്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ മേധയുടെ ഒരു മുടിക്കൂടുക വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഈ പെൺമക്കളുടെ അമ്മമാർക്ക് ഇതൊരു ലക്കല്ലേ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സാധനങ്ങൾ കിട്ടിയില്ലെങ്കിലും ഈ കുട്ടികളെ സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എല്ലാ അമ്മമാരും ഏകദേശം ഇങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. പിന്നെ മസ്റ്റായിട്ടുള്ള സാധനം വാച്ച്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാച്ചാണ് ഈ കേശോടി വാച്ച്. ഇതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയാണ് കേട്ടോ. അപ്പം എനിക്ക് എന്താ പറയുക, ഞാനൊരു വാച്ച് ലവർ അല്ലെങ്കിൽ അതുപോലെ വാച്ചിൻ്റെ കളക്ഷൻസ് ഒരുപാടുള്ള ആളല്ല. പക്ഷെ എനിക്ക് ഈ വാച്ചിനോട് എന്തോരം ഇഷ്ടമാണ്. ഞാനും മേധയും ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നൊരു സമയം ഇതാണ് കേട്ടോ. എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്ക അമ്മമാരും ഇങ്ങനെ തന്നെ ആയിരിക്കും. എവിടെയും പോകുന്ന സമയത്തായിരിക്കും അവർക്ക് കൂടുതൽ വാശിയും ദേഷ്യവും കാര്യങ്ങളൊക്കെ. നമുക്കും അത് ഭയങ്കരമായിട്ട് വരിക ഈ ഒരു സമയത്തായിരിക്കും, എവിടെയും പോകുന്ന നേരത്ത്. പിന്നെ അവളെ ഒരുക്കിക്കൊണ്ടുവരാം. എൻ്റെ മോളാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു മോളുണ്ടായ സമയത്ത് ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അവൾ എവിടെയും പോകുമ്പോൾ ഒരുക്കുക, അതേപോലെ മുടി കെട്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എത്ര സാധനങ്ങൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മോളാണോ എന്നറിയില്ല, ഒരു പൊട്ടല്ലാതെ അവളെ ഇതുവരെ വേറൊരു സാധനം ഞാൻ തലയിൽ വെച്ചിട്ട് കണ്ടിട്ടില്ല. അവളത് സമ്മതിക്കുകയില്ല കേട്ടോ. അവൾക്കത് ഇഷ്ടമല്ല. നമ്മളെന്തെങ്കിലും കുത്തി കൊടുത്തൊരു 10 മിനിറ്റ് അതിനുള്ളിൽ അവളത് കണ്ടുപിടിച്ച് തലേന്ന് എടുത്തിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു അവൾക്കത് ഇറിറ്റേഷൻ ആയിരിക്കാം മേ ബി. അതുകൊണ്ട് ഞാൻ അവളെ അധികം നിർബന്ധിക്കലില്ല കേട്ടോ. തലയിലൊന്നും കുത്തി വെക്കാറില്ല. അങ്ങനെ അമ്മയും റെഡിയായി. ഞങ്ങൾ 3 പേരും കൂടി ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. എന്തായാലും ബസ് കിട്ടത്തില്ല. ബസ്സിൻ്റെ സമയത്ത് പോയിട്ടുണ്ട്. ഞങ്ങൾ റെഡിയായി വരുമ്പോഴത്തേക്കും ബസ്സിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ നടക്കുന്നത് ഞങ്ങൾ മനഃപൂർവ്വം നടത്തിക്കുന്നല്ല കേട്ടോ. അവൾക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളാരെങ്കിലും എടുക്കാൻ നിന്ന് അവൾ അലറി ബഹളം വെച്ച് നമ്മളെ നാണം കെടുത്തിക്കളും. അപ്പം നമ്മൾ അവളെ നടത്തിക്കും. അപ്പം ഇങ്ങനെ അമ്മയുടെ വീടിൻ്റെ അടുത്തെത്തി. ഓട്ടോ ആയിരുന്നു വീട്ടിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്. അവിടെ നിന്ന് നേരെ ടൗണിലെത്തി ബസ് പിടിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഏതെങ്കിലും കൊണ്ട് അതൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. വീട്ടിലെത്തിയപ്പോൾ കസിൻസും ആൻറ്റിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം മാമനെ പോകേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് ചായയൊക്കെ കുടിച്ചു. മേധ ഇവിടെ വന്നതിന് ശേഷം അവിടെ ഇവിടെ ഓടി കളിക്കുകയായിരുന്നു കേട്ടോ. അവളെ കണ്ടുപിടിക്കാനായിരുന്നു പാട് അവിടെ ഇവിടെയൊക്കെ. പിന്നെ മാമന് വേണ്ടിയിട്ട് അപ്പമൊക്കെ ചുട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.